കലാഭവൻ മണിയുടെ അദ്ദേഹം ത്തിന്റെ വിടവിന് ശേഷം അദ്ദേഹവുമായിട്ട് ഒരുപാട് സൗഹൃദം ഉണ്ടായിരുന്നു സ്ഥാപിക്കുന്ന ചില ആളുകളിലേക്ക് അഭിമുഖങ്ങളും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് ആ 17-18 കാലഘട്ടമായിരുന്നു ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. അതിൽ ഒരു വലിയ വിഭാഗമെങ്കിലും ഫേക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടില്ലേ? പിന്നെ ഞങ്ങൾ ആ കേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രതികരിക്കുന്നില്ല എന്ന് തന്നെ നമുക്കറിയാമല്ലോ. മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ചുരുങ്ങിയ സുഹൃത്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ. മണിച്ചേട്ടനെ സംബന്ധിച്ച് എല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. ആര് വന്ന് ചോദിച്ചാലും ഭീഷണി എന്ന് കഴിഞ്ഞാൽ മോനെ വാടാ ഒരു തോളൊക്കെ ഇട്ട് അത് മതി, പിറ്റേ ദിവസം മണിച്ചേട്ടൻ്റെ സുഹൃത്താണ് അവൻ ഇങ്ങനെ ഒരു പറഞ്ഞാൽ ഞാൻ മണിച്ചേട്ടൻ്റെ ഇതാട്ടോ അങ്ങനെ നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഫേക്ക് ഒത്തിരി ഉണ്ട്. നമ്മൾ പിന്നെ അതിന് പ്രതികരിക്കാനൊന്നും പോകുന്നില്ല. ഫേക്ക് അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ, നമ്മളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യഥാർത്ഥ ആൾക്കാരും ഫേക്കൊക്കെ ഒത്തിരി ഉണ്ട്. അവരതുകൊണ്ട് ജീവിക്കുന്നവർ ജീവിക്കട്ടെ. മണിച്ചേട്ടൻ ഏറ്റവും വലിയ മറ്റുള്ളവർക്ക് സഹായം ചെയ്യായിരുന്നു, ജീവിക്കട്ടെ. ഈ വേദന തോന്നിയിട്ടുണ്ടോ എന്ന് അറിയണ മറ്റൊരു കാര്യം എനിക്ക്, ഈ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്ലിപ്പ് ആരെങ്കിലും ഷെയർ ചെയ്യും, അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരും. അതിൽ പ്രധാനി വലിയൊരു മനുഷ്യനായിരുന്നു, സുഹൃത്തുക്കൾ നശിപ്പിച്ചു, കൂടെ ഉണ്ടായിരുന്നവർ കൊണ്ടുപോയി ഇല്ലാതാക്കിയതാണ് ഈ വലിയ കലാകാരനെ എന്നൊക്കെയുള്ള കമൻറ്റുകളാണ്. ഈ കൂടെ ഉണ്ടായിരുന്നവർ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് നാദൃഷയ്ക്കയും ചേട്ടനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ ഈ കമൻറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ വായിക്കുമല്ലോ, സത്യം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തായിരുന്നു അത് ആ മനുഷ്യനായിട്ട് ഉണ്ടായിരുന്ന ഇൻവോൾവ്മെൻറ്റ്. പക്ഷേ കൂടെ ഉള്ളായിരുന്നവർ കൊണ്ടുപോയി നശിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ പണമൊക്കെ അപഹരിച്ച് നിങ്ങൾ അദ്ദേഹത്തെ നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വേദന ഉണ്ടാക്കില്ലേ? ഒത്തിരി വേദന ഉണ്ടാക്കും. അത് വേദന ഉണ്ടാക്കുന്നത് കാരണം ഇവരിത് അറിയാതെയാണ് സംസാരിക്കുന്നത്. അവനൊരു ലൈക്കോ ഒരു ഷെയറോ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനമാണ് ഇതൊക്കെ. പക്ഷെ അവൻ മറ്റുള്ളവരുടെ വേദന അറിയാണ്ടിടുന്നതാണ് യഥാർത്ഥ കാര്യം. എന്നെ ഈ മരിച്ച സമയത്ത് കേസും കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഓൺലൈൻ ചാനലിൽ നിന്ന് വിളിച്ച് ഞാൻ പൈസ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് എനിക്കെതിരെ കേസ് വന്നത്. അപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചു കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ അവർക്ക് ഒരു നല്ല മറുപടി കൊടുത്ത്, അത് ചാനലാതെന്ന് ഞാൻ പറയുന്നില്ല, അപ്പോൾ അത്ര നല്ല മറുപടി കൊടുത്ത് ആ പുള്ളി പിന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ എന്തിനായിട്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് എഴുതാനും നിൽക്കുന്നത്, നിങ്ങൾ കാര്യം അറിയാണ്ട് എഴുതിയിട്ട് കാര്യമുണ്ടോ, യഥാർത്ഥ ഇപ്പം നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല ചേട്ടാ അത് നേരത്തെ നേരത്തെ നിങ്ങൾക്ക് ലൈക്കും ഷെയറും കിട്ടി, സന്തോഷമായില്ലേ. പക്ഷെ നമ്മളനുഭവിച്ചൊരു മാനസിക വേദന, നമുക്കും ഫാമിലിയും കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മണിച്ചേട്ടൻ്റെ കൂടെ മണിച്ചേട്ടന് വേണ്ടി ജീവിച്ച കുറച്ച് ഫാമിലി ഉണ്ട്. അവരുടെ ഒരു അവസ്ഥ നിങ്ങളാരും അറിഞ്ഞില്ലല്ലോ, സന്തോഷം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. നമുക്കത് പറയേണ്ട കാര്യമുള്ളൂ. എന്തായാലും ദൈവത്തിനറിയാം എന്താണെന്നും നമ്മൾ പോലീസുകാർക്കോ അല്ലെങ്കിൽ എല്ലാവരും കേസ് അന്വേഷിച്ചവർക്കൊക്കെ അറിയാം എന്തായിരുന്നു. പിന്നെ നമ്മളതിന് ഇപ്പം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർ ഓരോരുത്തർ എഴുതി വിടുന്നതും അല്ലെങ്കിൽ എന്തോ ചെയ്യുന്നതും തൊട്ട് നമുക്കിപ്പോൾ പ്രശ്നമില്ല. അന്നേരം ആ കുറച്ച് സമയം നമുക്ക് വേദനയായിരുന്നു. കാരണം മണിച്ചേട്ടൻ ലാസ്റ്റ് സമയത്തൊക്കെ പറയുമായിരുന്നു ഞങ്ങളോട്, പാടിയിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് ഞാൻ ഇല്ലാതാകുമ്പോൾ നീയൊക്കെ ഇതിൻ്റെ വില അറിയും, ഇപ്പോൾ നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കി നടന്നോ, എൻ്റെ വിലയ്ക്ക് വാക്കിന് വിലയൊന്നും വെക്കണ്ട, ഞാൻ ഇല്ലാതാകുമ്പോൾ നീയൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്, ശരിക്കും അനുഭവിച്ചു. എനിക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ മണിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്ന, അപ്പോൾ അവരൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു ബെൻ 100 എന്ന പേരിൽ. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലും കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. ആ വാഹനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ജിൻഡോന് അറിയുമോ? എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. മണിച്ചേട്ടൻ ഉള്ള സമയത്ത് ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രളയം വന്ന് കുറേ മിസ്സായിപ്പോയി. പിന്നെ അത് ഇടയ്ക്ക് പറവൂര് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനറിയാവുന്നവരോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് വിറ്റ വണ്ടികളാണെന്ന് പറഞ്ഞു. മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം, പ്രളയം വന്നതിന് ശേഷം അത് വെള്ളത്തിൽ മുങ്ങിപ്പോയതെല്ലാം. അപ്പോൾ 2 നിലയുടെ മുകളിൽ വെള്ളം കയറിയായിരുന്നല്ലോ, ചാലക്കുടിയൊക്കെ മൊത്തം മുങ്ങിയായിരുന്നല്ലോ. അന്നേരം ഇത് മുങ്ങിയ സമയത്ത് അത് ആരോ വില കുറച്ച് തന്നെ മേടിച്ച്, വണ്ടി മണിച്ചേട്ടൻ്റെ ആയതുകൊണ്ടും ജാഗ്വാറും പജീറോയും പിന്നെ എനിക്ക് തോന്നുന്നു ഏതൊക്കെ വണ്ടികൾ ഉണ്ടായിരുന്നു, സ്കോർപ്പിയോ ഉണ്ടായിരുന്നു. അങ്ങനെ 9 വണ്ടികൾ. സ്കോർപ്പിയോ വിറ്റായിരുന്നു അവള്. അത് സ്കോർപ്പിയോ എടുത്തിട്ടാണ് പിന്നെ പജീറോയും പിന്നെ വീട്ടിൽ 1-2 വണ്ടിയും പിന്നെ ജാഗ്വാറും ആയിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ആൾക്കാർ മേടിച്ചു, സ്നേഹം കൊണ്ട് മേടിച്ച്. അത് അവർ റെഡിയാക്കി ആ നമ്പറും കീപ്പ് ചെയ്ത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. ബെൻ 100 തന്നെ എഴുതിയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാനത് യൂട്യൂബിൽ തന്നെ കണ്ടത്. അതൊക്കെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം അങ്ങനെ അന്വേഷിക്കാറില്ല, നോക്കാറില്ല. ഇപ്പോൾ അവതാരകനായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോഴും സ്റ്റേജിലും ബാക്കിയുള്ള ഇവൻസിലൊക്കെ ആക്റ്റീവാണല്ലോ. അപ്പം അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബലം, അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹം നേരിട്ടിരുന്നൊരു വിധം, സൗഹാർദ്ദപരമായിട്ടാണെങ്കിലും ഇനിയിപ്പോൾ കായികമായിട്ടാണെങ്കിലും അങ്ങനെയും ആ ഒരു അത്രയും ബലം ഉണ്ടായിരുന്നൊരു സംഘാടകനെ ജിൻഡോ ഇപ്പം മിസ് ചെയ്യാറുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം മണിനാഥൻ എന്ന് പറഞ്ഞ ഷോയുടെ ഒരു ശക്തി അവർ രണ്ടുമായിരുന്നു. അപ്പം നാദിർ ഷോ എന്ന് പറയുന്നതിൽ നാദിർഷയ്ക്കാണ് ശക്തി എന്ന് പറയുന്ന പോലെ
മണിച്ചേട്ടൻ വരുന്ന സമയത്ത് ആ മണിച്ചേട്ടൻ ഇങ്ങനെ എത്താനുള്ള ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല, പിന്നെ ആള് നോക്കിക്കോളും, നമുക്കൊക്കെ റെസ്റ്റാണ്. അത് ഒരു സംഘാടകൻ എന്നല്ല, പുള്ളി എല്ലാത്തിലും പുള്ളി ഓൾ ഇൻ ഓൾ ആയിരുന്നു. പുള്ളി എന്തും പുള്ളി ചെയ്തോളും. അത് മറ്റേ ആ ഒരു മൈക്ക് സ്റ്റാൻഡ് എടുത്തു വെക്കുന്ന പുള്ളി എടുത്തു വെക്കും. ആ സ്റ്റാർ, ഞാൻ സിനിമാടനാണ്, ഞാൻ ആക്ടറാണ്, ഞാൻ മറ്റേ ഇതാണെന്നൊന്നും ഒരു ചിന്തയില്ല. എങ്ങനെയാണോ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഹോട്ടലിലൊക്കെ താമസിക്കുകയാണെങ്കിലും മണിച്ചേട്ടന് സൂട്ട് റൂം ആയിരിക്കും. അപ്പോൾ ഈ സൂട്ട് റൂമിൽ എല്ലാവർക്കും റൂമുണ്ടാവും, പക്ഷെ ആരും അവിടെ കിടത്തൂല. എല്ലാവരും മണിച്ചേട്ടൻ റൂമിലേക്ക് കൊണ്ടിരുന്നു. മണിച്ചേട്ടൻ തറയിൽ കിടക്കും, ഞങ്ങളെല്ലാം കട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. മണിച്ചേട്ടൻ എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവണം, ആ സ്നേഹം. അതിൽ ഞാൻ സ്റ്റാറാണ്, താഴെ കിടക്കുക, ആ പരിപാടി ഒന്നുമില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ പല സ്ഥലത്തും പ്രോഗ്രാമിന് പോകുമ്പം വലിയ റൂമായിരിക്കും, സൂട്ട് റൂമായിരിക്കും, പക്ഷേ എങ്കിൽ മണിച്ചേട്ടൻ താഴെ കിടന്നുറങ്ങുള്ളൂ. മണിച്ചേട്ടൻ ആ പഴയ കാലഘട്ടത്ത് പണ്ട് നിലത്ത് കിടന്നുറങ്ങിയ ശീലം പുള്ളി കട്ടിലേ കിടക്കില്ല. ചിലപ്പോൾ കട്ടിലേ കിടക്കും, ചിലപ്പം ഫുൾ ടൈം ഞങ്ങൾക്ക് അത് നിങ്ങളവിടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ നിലത്ത് കിടന്നുറങ്ങും. അതാരും പറയേണ്ട കാര്യമില്ല, കാരണം ആളുടെ കൂടെ ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാം അത് എന്തായിരുന്നു മണിച്ചേട്ടൻ. കലാഭവൻ ജിൻഡോൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സീരീസ് ഓഫ് ഇവൻ്റ് ആണ് ജിൻഡോൻ്റെ കല്യാണവും മണിച്ചേട്ടൻ്റെ വരവും ആ നാട്ടിലേക്ക്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? അത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോഴിക്കോട് ചെമ്പുകടവ് എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്, ഒരു ഗ്രാമമാണ്. കോഴിക്കോട് 50 കിലോമീറ്റർ പോകണം. കോഴിക്കോട് 15 കിലോമീറ്റർ. അപ്പോൾ ഗ്രാമമാണ്. ഞാനപ്പം മണിച്ചേട്ടൻ്റെ കൂടെ പ്രോഗ്രാം മണികിലുക്കം എന്ന് പറഞ്ഞ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത്, കല്യാണം നമ്മൾ ആർട്ടിസ്റ്റുകൾക്ക് പെണ്ണ് കിട്ടാറില്ല, അപ്പം എങ്ങനെയൊക്കെയോ ഒരു പെണ്ണ് കിട്ടി. അപ്പോൾ കല്യാണം നടത്താനുള്ള ഇതിൽ ഇങ്ങനെ നടക്കുന്ന, അപ്പം മണിച്ചേട്ടൻ്റെ കൂടെ നടക്കുന്ന സമയം, അപ്പം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, നമ്മൾ ആ ഫീൽഡ് ഇതാണല്ലോ. മണിച്ചേട്ടൻ പറഞ്ഞു, എടാ നീ പരിപാടി പിടിച്ചിട്ട് നീ അഡ്വാൻസ് എടുത്തോ, അഡ്വാൻസ് എടുത്ത് കല്യാണം നടത്ത്, എന്നിട്ട് പിന്നെ ഷോ ആകുമ്പോൾ നീ തിരിച്ച് സെറ്റിൽ ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം നടത്താനുള്ള ഇതൊക്കെയായി, എല്ലാം ഫിക്സായി. കണ്ണൂർ ആലക്കോട് പരപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളൊരു കുട്ടിയാണ്, ജോസ്ന എന്ന പേര്. അപ്പോൾ കല്യാണമൊക്കെ ഫിക്സായി, എല്ലാം കഴിഞ്ഞ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച് എറണാകുളത്തുനിന്ന് എല്ലാവരും എൻ്റെ നാട്ടിലേക്ക് വരൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് എല്ലാവരുമായിട്ട് പരിചയമുള്ളതുകൊണ്ട് എല്ലാവരെയും വിളിക്കണമല്ലോ. അപ്പം നമ്മുടെ ഒരു ആഗ്രഹമുള്ളൂ, സിനിമയിലുള്ളവരും നമ്മുടെ കൂട്ടുകാരും മിമിക്രിക്കാരും എല്ലാവരും വിളിക്കും, പാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. ഈ ഫീൽഡ് ആയതുകൊണ്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ എറണാകുളത്തൊരു ഫംഗ്ഷൻ വയ്ക്കാം, നാട്ടിലൊരു ഫംഗ്ഷൻ വയ്ക്കാം. നാട്ടിലുള്ളവർക്ക് നാട്ടിലുള്ള ചെറിയൊരു പരിപാടി, കല്യാണം അവിടെ നടത്തുന്നു, തിരിച്ചു വരുന്നു, പിറ്റേ ദിവസം ഇവിടെ എറണാകുളത്തൊരു സ്ഥലത്തെവിടെയും കല്യാണം നടത്താം. അപ്പോൾ ഞാൻ എല്ലാവരോടും അങ്ങനെ പറഞ്ഞു, എറണാകുളത്ത് ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് വരണമെന്നില്ല. ഇവരെല്ലാവരും കൂടെ ഒരു കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാൾ വന്ന് അവിടെ അത്ര ക്രൗഡായിരിക്കും. അങ്ങനത്തെ ഒരു നാടാണ് അത്. കാരണം സിനിമാക്കാരെയോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടിട്ടില്ലാത്തൊരു നാടാണ്, ഗ്രാമമാണ്. അവിടെ ആകെ ഒരു സെലിബ്രിറ്റി ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു നാടാണ്. അപ്പം ഞാൻ മണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, മണിച്ചേട്ടാ വരണ്ട, ഇവിടെ വന്നാൽ മതി, എറണാകുളത്തുണ്ടായാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം, ഞാൻ പോകുന്നതാണ്. അങ്ങനെ ഞാൻ ഒരു 3 ദിവസം മുമ്പ് പോയി, 3-4 ദിവസം മുമ്പ് പോയി കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ ഈ മണിച്ചേട്ടൻ്റെ കൂടെ ഉള്ള മറ്റേ കുണ്ട്രു എന്ന് ഞങ്ങളെ വിളിക്കുന്നതാണ്, കുണ്ട്രു. അപ്പോൾ ജോബിച്ചേട്ടൻ അന്ന് സർജറി കഴിഞ്ഞിട്ടിരിക്കുക, മാനേജർ ജോബിച്ചേട്ടൻ. അപ്പം ജോബിച്ചേട്ടനെ വിളിച്ചപ്പോൾ ഇവിടെ പോരില്ല എന്ന് എനിക്ക് തോന്നുന്നു, വരുമോ? ഞാൻ ജോബിച്ചേട്ടൻ വരുമോ? വരരുത് കേട്ടോ, വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ കൈ നിൽക്കില്ല. ഇല്ലടാ വരില്ലടാ, അവൻ വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുണ്ട്രുവിനെ വിളിക്കുന്നുണ്ട്. കുണ്ട്രു, അരുൺ എന്നവൻ്റെ പേരെട്ടോ. കുണ്ട്രു, എടാ കുണ്ട്രു, നിങ്ങൾ വരുന്നില്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല ഭായി, ഞങ്ങൾ വരില്ല പോകണ്ടെന്ന് മണിച്ചേട്ടൻ പറഞ്ഞ്, വരില്ല, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കല്യാണ തലേദിവസമായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന അജിത്തും അങ്ങനെയുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് പാട്ടുകാരെല്ലാവരും കൂടെ അവിടെ വന്നു. നാട്ടിലേക്ക് അവർ തലേദിവസം എത്തി, എൻ്റെ കൂടെ ഉള്ളവരും. ഞാൻ വന്ന സമയത്ത് എറണാകുളത്ത് താമസിച്ച ഞങ്ങളുടെ പനമ്പള്ളിയുള്ള അച്ചായൻ, വിജയേട്ടൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്, ദീപക്കേട്ടൻ, പ്രദീപേട്ടൻ, അരുൺ, അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്, റജി നാരായണൻ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവരെല്ലാം തലേദിവസം വന്നു. അപ്പം പാട്ടും ചെറിയ പരിപാടി. അപ്പം ഞാൻ ചെറിയ സൗണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കലാകാരൻ്റെ ഇതല്ല, അപ്പം നമ്മുടെ ആൾക്കാർക്ക് പാടട്ടെ എന്നൊക്കെ ഓർത്ത്